ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാൻറ് കട്ടിംഗ് ആണ്. ഫ്രണ്ട് പാൻറ്റും ബാക്ക് ഇലാസ്റ്റിക്കും വരുന്ന പാൻറ് കട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പറിലാണ് കാണിക്കുന്നത് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മെറ്റീരിയലാണ് ഇത്, ലെങ്ത് വൈസ് ഇത് വിഡ്ത്ത് വൈസ് വരും. അപ്പോൾ നമ്മൾ ആദ്യം മെറ്റീരിയൽ എങ്ങനെയാണ് 4 ആയിട്ട് മടക്കണം. ഇങ്ങനെയാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാൻറ്റിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ മടക്കേണ്ടത്. ആൻഡ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെറ്റീരിയലിൻ്റെ എഡ്ജിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത്, അതായത് പാൻറ്റിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്, പാറ്റേണിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് ഇപ്പം ലെങ്ത്ത് 34 ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ലൈന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 1 ഇഞ്ച് നമുക്ക് ബാൻഡിന് വേണ്ടിയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേസ്റ്റ് എത്രയാണോ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പം നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ വീണ്ടും നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം 30 ആണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 4 എന്ന് വരുമ്പോൾ എത്രയായി, 7.5 വരും. 7.5 വീണ്ടും നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ മെഷർമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1 ഇഞ്ച് കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യണം, പ്ലസ് 1 ഇഞ്ച്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാട്ടിനാണ്. ഡാട്ട് വേണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡാട്ട് ഇടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം 7.5 ഡിവൈഡഡ് ബൈ 2 വരാൻ നേരത്ത് എത്ര വരും, 3.725 വരും അല്ലേ? അല്ല, 3.75 വരും. പ്ലസ് ഒന്നും കൂടെ വരുമ്പോൾ 4.75. അങ്ങനെ 2 സൈഡിൽ നമ്മൾ ഇത് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡാട്ട് മാർക്ക് ചെയ്യണം. അപ്പം ഇത് 1/2 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 2 സൈഡിലും 1/2 ഇഞ്ച് വെച്ച് വരുമ്പോൾ 1 ഇഞ്ചിൻ്റെ ഡാട്ട് വരും. യൂഷ്വലി നമ്മളൊരു 4 ഇഞ്ചിൻ്റെയൊക്കെ ഡാട്ടാണ്, 4-5 ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ വണ്ണം അനുസരിച്ചിട്ടാണ് അത് വരുന്നത്. ഇപ്പം 34 ആയതുകൊണ്ട് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, 4 ഇഞ്ചിൻ്റെ ഡാട്ട് കൊടുത്താൽ മതിയാവും. ഇനി അടുത്തത് ക്രോച്ചാണ് നമുക്ക് കിട്ടാനുള്ളത്. ക്രോച്ചിൻ്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. അതായത് ഹിപ്പിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. ഹിപ്പ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇപ്പം 40 ആണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 3 വരാൻ നേരത്തെ എന്താണ്, 13 പോയിൻറ്റ് സംതിങ് വരും. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അപ്പം ഇപ്പോൾ 13.5 നമ്മൾ കിട്ടിയതെങ്കിൽ അതൊരു അറൗണ്ടായിട്ട് നമ്മൾ എന്ത് എടുക്കണം, 14 ആക്കി എടുക്കണം. 14 ആക്കി എടുത്തിട്ട് ഇത് മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത്.